ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഡേ ഇൻ മൈ ലൈഫും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമല്ലേ. അപ്പോൾ ഇന്നൊരു റാൻഡം വീഡിയോ ആയാലോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇടകലർന്ന ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ ഫോണൊന്ന് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോയി. അതിനിതായി വേഗം നമ്മൾ പോയിട്ട് നമ്മളെ വണ്ടിക്കൂട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയൊക്കെ അടിച്ച് വന്നത് കഴിഞ്ഞിട്ട് എനിക്കും അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരു അവൽ മിൽക്കും കുടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങിയതാ വന്നപ്പോൾ കുറച്ച് ഉണക്കമീൻ കണ്ടു. അപ്പോൾ ഉണക്കമീനും കൂടെ വാങ്ങിയിട്ട് എന്നാൽ പോവാമെന്ന് കരുതി. ഉണക്കമീൻ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഏട്ടനും. അപ്പോൾ അതാ ഞാൻ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഇച്ചുമ്പോഴും ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ നമ്മൾ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഉച്ച സമയത്തായിരുന്നു കേട്ടോ പോയിരുന്നത്. ഫോണ് വാറണ്ടിക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വന്നപ്പോൾ അവർക്ക് കഴിക്കാനുള്ള നമ്മൾ ഇച്ചൂസിന് ചിക്കൻ റോളും കട്ട്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്പൂക്കുട്ടന് പിന്നെ അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല, എല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വന്നു കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറിടാനുള്ള വെളുത്തുള്ളി ഇഞ്ചിയും അതൊക്കെ വാങ്ങി നമ്മളെ ഏട്ടൻ പോകാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെയാണ്. എന്നിരുന്നാലും പോയല്ലേ പറ്റൂ, നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ എന്തായാലും പറ്റത്തുള്ളൂ. അപ്പോൾ അതാ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ പാത്രത്തിലിടാം കേട്ടോ. പരിപ്പടയും കട്ട്ലേറ്റും പിന്നെ ചെറിയ പോക്കറ്റ് സാൻഡ്വിച്ചും എഗ് റോളും ഒക്കെ ആട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷായി. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്രഷായി നമ്മൾ നേരെ പിന്നെയും വിട്ടു. പിന്നെ വിട്ടതൊരു കുഞ്ഞ് സർപ്രൈസ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഏട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു. അതെന്തായാലും നമ്മളിന്ന് സാധിക്കുകയാണ്. കുറച്ച് വേദനിച്ചെങ്കിലും ആളാഗ്രഹമല്ലേ എന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കി. ഞാൻ പറഞ്ഞു വേണ്ട വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് നമ്മൾ പോണ വഴിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് എത്തിയപ്പോൾ തന്നെ നമ്മൾ അമ്പുടുക്കുട്ടനെ ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. രണ്ടാളിഞ്ഞപ്പോൾ അടിച്ച പണി 18 നോക്കിയിട്ട് ഉറങ്ങിയില്ല. ഉറങ്ങാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ ചേട്ടനും അനിയനും. ഇച്ചു പിന്നെയും പെട്ടെന്ന് ഉറങ്ങും, അമ്പുടുവാണ് ഉറങ്ങാൻ ഭയങ്കര മടി. അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിൽ പോകട്ടെ, നമ്മളടുത്തുള്ള കുതിരപ്പുഴ പാലാട്ടോ. അപ്പോൾ പാലത്തിൻ്റെ ബൈക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ. ബൈക്കിൽ പോകുമ്പോൾ വല്ലാതൊരു ഫീലല്ലേ. അപ്പോൾ അതാ നമ്മൾ സന്ധ്യ സമയമായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ആകാശവും ഭൂമിയും എല്ലാം നല്ല പച്ചപ്പും ആകെ കൂടെ ഒരു കളർഫുള്ളായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടനോട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പോകുമ്പം ആളെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നല്ല, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫേസ് ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാട്ടോ പോണ മക്കളെ. നമ്മൾ അമ്പുടുക്കൂട്ടിനും ആകെ കിട്ടിയത് ഈ 2 മാസം. ആദ്യമായിട്ട് അവർ രണ്ടാളെന്ന് വെച്ചാൽ വല്ലാതെ അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ. അമ്പുടും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും അവന് ജനിച്ച അന്ന് മുതൽ കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ. അവന് എന്നെക്കാളും അടുത്ത് അവൻ അച്ചായനായിട്ടാണ്. ഇച്ചൂസ് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെന്തിനാണ് വന്നതെന്നൊക്കെ ഞാൻ പറയുന്നത്. നമ്മൾ ഊനാലാടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. നമ്മൾ അമ്പുടും ഉറങ്ങി, ഞാൻ അവിടെ സൈഡിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏട്ടനെ ടാറ്റു അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ ആർട്ട് സ്റ്റുഡിയോയിലാട്ടോ വന്നത് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേദന ഉണ്ടായിരുന്നെങ്കിലും എന്നോട് പറഞ്ഞു, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ, കാരണം അത്രയും വേദനിച്ച് അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഒരു സൂചി കുത്താൻ വരെ പേടിയുള്ള ഒരാൾ ഇരുന്ന ടാറ്റു അടിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സങ്കടം വന്നു, സന്തോഷം വന്നു. കണ്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. എൻ്റെ പേരായിട്ടോ ഏട്ടനവിടെ ടാറ്റു അടിച്ചത് എന്നോട് പറയാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടെ ഒരു ലൈം കുടിക്കാൻ വേണ്ടി കയറി. ഏട്ടന് പിന്നെ ലൈം ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടൻ കുടിച്ചില്ല. ഞങ്ങൾ 3 കൂടെ ലൈമൊക്കെ കുടിക്കാൻ കയറി. പിന്നെ വേറൊന്നും വാങ്ങിയില്ല, കാരണം ജസ്റ്റ് ഒന്ന് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് 2 ലൈം ഓർഡർ ചെയ്തു. മക്കൾ രണ്ടാളും എന്തൊരു ഒത്തൊരുമയല്ലേ, രണ്ടും കൂടെ നിന്നിട്ട് ലൈം കുടിക്കുക കേട്ടോ. ചൂന് ഭയങ്കര തണുപ്പാണ്, തൊണ്ടവേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ആൾ കുടിച്ചു. ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് അമ്പലത്തിലേക്ക്. ഇവിടെ അടുത്ത അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. നമ്മൾ അധികം നേരം നിന്നില്ല, കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങോട്ട് പോന്നു. നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളവിടെ നിന്നുകൊണ്ടായിരുന്നു കാണുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുളമുണ്ട്. കുളത്തിൻ്റെ അപ്പം തന്നെ സർപ്പക്കാവ് കേട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് പോയി ലൈറ്റ് എന്നൊക്കെ കാണാൻ അമ്പുടുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ. അതിന് ഇതുണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് അമ്പലത്തിൽ ഓട്ടംതുള്ളലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണാം. നമുക്ക് മുഴുവൻ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മക്കളുള്ളതുകൊണ്ട് ഇച്ചുവിന് ചെറുങ്ങനെ പേടിയൊക്കെ ആയിട്ടോ അടുത്തേക്കൊക്കെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ ഒന്നല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോണ്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ ആ ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഞാൻ കാണുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായി. അതിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ രണ്ടാളും മക്കളെയും പിടിച്ചിട്ട് ഇരുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. മക്കൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്ത് നമ്മളവരെ കിടത്തിറക്കിയിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം വേണ്ടപ്പോൾ രണ്ടാക്കും വേണം. നമ്മൾ അമ്പൂട് വേണമെന്നുണ്ടെങ്കിലോ അവിടെ നിന്ന് കണ്ണെടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി കൊടുത്തേക്കാന്ന് എഴുതി ഞങ്ങൾ 3 ഐസ്ക്രീം വാങ്ങി അച്ഛനും മക്കളും കൂടെ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.